ചെറുപുഴ സബ് ട്രഷറി കെട്ടിട നിർമ്മാണത്തിന് ധനവകുപ്പ് മന്ത്രി കെ.എം. ബാലഗോപാലൻ തറക്കല്ലിടും. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ സബ് ട്രഷറി കെട്ടിട നിർമ്മാണത്തിന് 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ധനവകുപ്പ് മന്ത്രി കെ.എം. ബാലഗോപാലൻ തറക്കല്ലിടും. പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. 2 മണിക്ക് ഒരു പക്ഷേ 1:30 ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എം. ബാലഗോപാലൻ ട്രഷറി ബിൽഡിങ്ങിന് തറക്കല്ലിടുകയാണ്. ധനകാര്യമന്ത്രി ആദ്യമായാണ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത്. അതിനൊരു പ്രാധാന്യമുണ്ട്. അതിനെല്ലാം അപ്പുറം നമ്മുടെ ട്രഷറിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് 1,65,00,000 രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണങ്ങൾ നൽകി. അതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ച അവസരത്തിലൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒന്നാണ് ധനമന്ത്രി വേണം ഈ ബിൽഡിങ്ങിന്റെ തറക്കല്ലിടാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചതും അദ്ദേഹത്തിന്റെ ഒരു തീയതിക്ക് വേണ്ടിയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ തീയതി ലഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ പ്രവർത്തിക്കുന്ന ട്രഷറി അവിടെ നിന്ന് ഒഴിവാകേണ്ടതിന്റെ പ്രത്യേക സാഹചര്യമൊക്കെ SPO പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പായി വളരെ വേഗത്തിൽ ഈ കെട്ടിട നടപടി പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് ട്രഷറിയുടെ പ്രവർത്തനം മാറ്റാൻ കഴിയും എന്നാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ദാമോദരൻ മാസ്റ്റർ, ജില്ലാ ട്രഷറി ഓഫീസർ ബിജു, ചെറുപുഴ ട്രഷറി ഓഫീസർ K.P. ലത എന്നിവർ പ്രസംഗിച്ചു. ട്രഷറി വരണം എന്നുള്ളത് ഈ നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 2012 ജൂൺ 1 ട്രഷറി കെട്ടിടം ഉദ്ഘാടനം നടത്തപ്പെടുകയും അന്നു മുതൽ ഇന്ന് വരെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ശോച്യാവസ്ഥയും സൗകര്യക്കുറവും ഇടപാടുകാരെയും ജീവനക്കാരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അതിലെ വാടക കെട്ടിടത്തിന്റെ ഉടമയുമായിട്ട് കോടതി ഒരു കേസ് നടക്കുകയാണ്. അടുത്ത 2026 ഏപ്രിൽ 30 ഒഴിഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരു കരാറിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നമുക്ക് അനുവദിച്ച് നിർമ്മിക്കാൻ അനുവാദം ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ അതിന്റെ ശിലാസ്ഥാപന കർമ്മവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടി ഒരു സംഘാടക സമിതി യോഗം കൂടുക എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.